ശക്തിയുടെയും അറിവിന്റെയും പ്രാധാന്യം വിളിച്ചോതുന്ന പുണ്യദിനമാണ് മഹാനവമി. പരാശക്തിയെ ഐശ്വര്യത്തിന്റെ ഭാഗ്യ ദേവതയായി കണ്ട് മഹാലക്ഷ്മി സങ്കല്പത്തിൽ ആരാധിക്കാൻ ആളുകൾ തെരഞ്ഞെടുക്കുന്ന ദിവസമാണ് ഇന്ന്. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജ ആഘോഷങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് രേഷ്മ ബാബു, ഒപ്പം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് അരുൺ കൊടുങ്ങൂരും ശില്പ ശിവയും, കോട്ടയം പനച്ചക്കാട് ദേവി ക്ഷേത്രത്തിൽ നിന്ന് മിഥുനയ്യപ്പൻ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം രേഷ്മയിലേക്കാണ്. രേഷ്മ, നമ്മൾ രാവിലെ തന്നെ കണ്ടതാണ്, വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് അവിടെ കണ്ടിരുന്നു. ഇപ്പോഴും സ്ഥിതി തുടരുകയാണോ? അതെ രാഖി, ഞാനിപ്പോൾ നിൽക്കുന്നത് ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന വടക്കൻ പറവൂരിലെ ക്ഷേത്രത്തിലാണ്. ഇവിടെ രാവിലെ 5 മണി മുതൽ തന്നെ ഈ ഭക്തരുടെ നീണ്ട നിര കാണാം. 2 നിരകളായിട്ടാണ് ഭക്തരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറ്റുന്നത്. ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. താമരക്കുളത്തിന് ഒത്ത നടുവിലായിട്ട് ശ്രീകോവിലിൽ ദേവി സരസ്വതി ഭാവത്തിൽ കുടികൊള്ളുന്നു. ഏറ്റവും വലിയ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, ഇവിടെ വന്ന് ദേവിയെ ദർശിച്ചു കഴിഞ്ഞാൽ സർവ്വ സൗഭാഗ്യങ്ങൾക്കും ഒപ്പം തന്നെ വിദ്യ അഭിവൃദ്ധി ഉണ്ടാകുമെന്നുള്ളതാണ് സങ്കല്പം, വിശ്വാസം. അതുകൊണ്ട് തന്നെ നിരവധി ഭക്തർ ഇവിടെ എത്തിച്ചേരാറുണ്ട്. വിദ്യാരംഭമാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആഘോഷ ചടങ്ങ്. വിദ്യാരംഭത്തിന് നാളെ നിരവധി പേരാണ്, ആയിരക്കണക്കിന് പേർ ഇവിടെ എത്തും. ആയിരക്കണക്കിന് കുരുന്നുകൾ ഇവിടെ അമ്മയ്ക്ക് മുന്നിൽ, സരസ്വതി ദേവിക്ക് മുന്നിൽ ആദ്യാക്ഷരം കുറിക്കും, ഹരിശ്രീ കുറിക്കും. ഇവിടെ നിലവിൽ ഭക്തരുടെ ആ ഒരു ഒഴുക്ക് തത്സമയം നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ സാധിക്കും. അത്രയധികം ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ ചുമതലയുള്ള സബ് ഗ്രൂപ്പ് ഓഫീസറായിട്ടുള്ള വ്യക്തി നമ്മളോട് ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് നിലവിലെ ഒരുക്കങ്ങൾ നാളത്തെ വിദ്യാരംഭ ചടങ്ങുകൾക്കായിട്ടുള്ള? നാളെ രാവിലെ 4 മണിക്ക് 3:30-4 മണിയാകുമ്പോഴേക്കും നട തുറക്കും. അതിനുശേഷം 5 മണിക്ക് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സാറ് അധ്യക്ഷനെ കുറിക്കുന്നത് ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ഞങ്ങൾ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് കുഞ്ഞുങ്ങൾ നിൽക്കാനുള്ള ക്യൂ ഉണ്ട്. കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ അച്ഛനും അമ്മയും 2 പേരും, പിന്നെ ദർശനത്തിനുള്ള വേറെ ക്യൂ ഉണ്ട്. അതിനെല്ലാം ബാരിക്കേഡ് വെച്ചിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ദേവസ്വം ബോർഡ് പൂർത്തിയാക്കിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത്? ഞങ്ങളൊരു 3000 കുട്ടികളെ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ഏകദേശം 2750-2500 വന്നിട്ടുണ്ട്. ഇരുത്തുന്നത് ഇവിടുത്തെ മേൽശാന്തി അടക്കം 20 ഗുരുക്കന്മാരുണ്ട്. അതിനകത്ത് ഇത് പല പ്രൊഫസർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, പിന്നെ പല ഇതായിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ എല്ലാവരും അതിനകത്തുണ്ട്. വിദ്യാരംഭ ദിനത്തിൽ വലിയ അധികം ഭക്തർ ഇവിടെ എത്തിച്ചേരാറുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഇതാറുണ്ട്. ഒരു 15,000-20,000 ജനങ്ങളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ്. വളരെയധികം വിശ്വാസവും സങ്കല്പവും ഇവിടെയുണ്ട്. നാളത്തെ ദിവസം പുലർച്ചെ 5 മണിയോടുകൂടി പൂജയെടുപ്പായിരിക്കും. ക്ഷേത്രം മേൽശാന്തി ദേവിയെ, അതായത് സരസ്വതി ഭാവത്തിലുള്ള ദേവിയെ നേരെ നാലമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ചതിന് ശേഷം വിദ്യാരംഭം കുറിക്കും. പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് കുഞ്ഞുങ്ങളെ ആദ്യാക്ഷരം കുറിക്കുന്നത്, ഹരിശ്രീ കുറിക്കുന്നത്. KS കുണ്ടൂർ അടക്കമുള്ള പ്രശസ്ത ഗാനരചയിതാക്കൾ, അതോടൊപ്പം തന്നെ പറവൂർ ജ്യോതിസ് ഉൾപ്പെടെയുള്ള ആളുകളാണ് എഴുത്തിനിരുത്തുന്നത്. അത്യധികം ഭക്തിയോടുകൂടി തന്നെയാണ് ഇവിടെ ഏവരും എത്തിച്ചേരുന്നത്. കാരണം ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ കൊല്ലൂർ മൂകാംബികയിൽ അമ്മയെ ദർശിക്കുന്നത് പോലെ തന്നെയാണ് വടക്കൻ പറവൂരിൽ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ അമ്മയെ കാണുന്നത് എന്നുള്ളതാണ് സങ്കല്പം. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന്റെ ദക്ഷിണ ഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദക്ഷിണ മൂകാംബിക. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകാം. അവിടെ നമ്മുടെ അരുൺ കൊടുങ്ങൂരും ശില്പ ശിവയും തയ്യാറാണ്. അരുൺ, ഈ മൂകാംബികയെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യം നിറഞ്ഞ ദിവസമാണ് എന്ന് പറയാം. ഇന്ന് മഹാനവമിയാണ്, നാളെ വിജയദശമിയാണ്. എങ്ങനെയാണ് അവിടെ ഈ മഹാനവമി ദിവസത്തിൽ രാവിലെ അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ? തീർച്ചയായും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിനായി സാക്ഷ്യം വഹിക്കാൻ കാത്തു നിൽക്കുകയാണ് ഈ ഭക്തസഹസ്രങ്ങളൊക്കെ തന്നെ. നമ്മൾ ഈ വലിയ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഭക്തർക്ക് ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ് നമുക്ക് ഉള്ളത്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ പുഷ്പരഥം അങ്ങ് തയ്യാറായിരിക്കുകയാണ്. അമ്മയ്ക്ക് 1:15 അമ്മ ഈ രഥത്തിലേറി ഈ ക്ഷേത്രത്തിന് വലം വെക്കുന്നത്. ആ ഒരു നിമിഷത്തേക്കുള്ള ഒരു കാത്തിരിപ്പിലാണ്. മലയാളികളെ സംബന്ധിച്ചോളം ഏറ്റവും വിശിഷ്ടമായ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ചടങ്ങ് കൂടിയാണിത്. കാരണം ഈ ഒരു
ചടങ്ങ് കാണുവാൻ വേണ്ടി തന്നെയാണ് ആ ഭക്തസഹസ്രങ്ങൾ ഈ ഒരു ഓരോ ഭക്തരും അമ്മയുടെ വരവിനായി കാത്തിരിക്കുകയാണ് എന്ന് പറയാം നമുക്ക്. കാരണം പുഷ്പരഥം ഇവിടെ എത്തിയ നിമിഷം മുതൽ ആ അമ്മയുടെ വരവിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് എല്ലാ ഭക്തരുടെയും കണ്ണിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. എല്ലാവരും വരികളിൽ അമ്മയെ നടയിലേക്ക് കയറി തൊഴാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ട്. ഒപ്പം തന്നെ വേഗം വന്ന് പിന്നെ അവരുടേതായ ഇടങ്ങൾ പിടിച്ച് രഥോത്സവം കാണാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ആകാംക്ഷ ഇവിടെയുള്ള ഭക്തരുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ കഴിയുക എന്നത് ആ പൂർവ്വജന്മ സുഹൃതമായി തന്നെ കാണുന്നതാണ്. എല്ലാവരും ആ ഒരു നിമിഷം അതുതന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടതും. എന്തായാലും ആ ഒരു നിമിഷത്തിന് സാക്ഷിയാക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. കേരളത്തിൽ നിന്നടക്കം വലിയ ഒരു ഭക്തജന തിരക്ക് തന്നെ ക്ഷേത്ര സന്നിധിയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ആദ്യമായിട്ടാണോ മൂകാംബിക? തുടർച്ചയായിട്ട് 20 വർഷം കൊണ്ടുവരെയാണ്. 20 വർഷമായിട്ട് വരുന്നത്. അമ്മയെ കാണാൻ വരുമ്പോഴുള്ള ഒരു അനുഭൂതി എങ്ങനെയാണ്? അത് എന്തോ ഇവിടെ വരുത്തുന്നതാണ്, ഒരു പ്രത്യേക അനുഭൂതിയാണ്. ആ ദിവസം വന്നിരിക്കും ഇത്ര തിരക്കായിരുന്നാലും. എല്ലാ നവരാത്രിക്കും വരാൻ ശ്രമിക്കാറുണ്ടോ? എല്ലാ നവരാത്രിക്കും വരാറുണ്ട്. ഇവിടെ വന്ന് തൊഴുമ്പോൾ ഒരു പ്രത്യേക ഇതാണ്. എത്ര തിരക്കായിരുന്നാലും വരും. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാകുന്ന അമ്മയാണ്. 100%. പിന്നെ സംശയമുണ്ട് ആ കാര്യത്തിൽ. മൂകാംബിക ദേവി കണ്ട് തൊഴുമ്പോൾ കിട്ടുന്ന അനുഗ്രഹം പിന്നെ എന്തോന്നാണ്, അതിനപ്പുറം എന്തോന്ന് വേണം. എല്ലാവരും തിരുവനന്തപുരത്തു നിന്നാണ്. അതോടൊപ്പം തന്നെ ഈ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഈ രഥോത്സവത്തിനുള്ള ഒരു തയ്യാറെടുപ്പുകളൊക്കെ തന്നെ ഇവിടെ പോലീസിന്റെ ഭാഗത്തുനിന്നും ക്ഷേത്ര അധികൃതരുടെ ഭാഗത്തുനിന്നും ഒക്കെ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും രഥോത്സവം കാണാനായി കാത്തു നിൽക്കുന്നവരുടെ ഒരു വലിയ നിര തന്നെയാണ്. ക്ഷേത്രത്തിൽ പ്രത്യേകം ബാരിക്കേഡുകൾ നിരത്തിക്കൊണ്ടുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഭക്തരൊക്കെ ഇങ്ങനെ ആ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. കൊയിലാണ്ടി ആദ്യമായിട്ടാണോ അമ്മയെ കാണാൻ? അല്ല, എത്രയോ വർഷങ്ങളായി. എങ്ങനെയാണ് അമ്മയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി, അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തെ എങ്ങനെയാണ് വിവരിക്കാൻ? മനസ്സിനൊരു സന്തോഷം തോന്നും, പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ്. ഇവിടെ എല്ലാവരും തുടർച്ചയായി 5-10 വർഷമായി നവമീൻ്റെ തിരക്കിൽ വരുന്നു. ഈ നേരം കാത്തു നിന്നിട്ട് ഒരുപാട് തിരക്കിലൊക്കെ നിന്നിട്ടാണ് അമ്മയെ കാണാൻ പറ്റുക. അതൊപ്പം തന്നെ ഇവിടെ നമുക്ക് പുഷ്പരഥോത്സവം, അതെ, അത് കാണുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ്. അതുകൊണ്ടാണ് എല്ലാത്തിനും അടുത്ത വർഷവും ഈ തിരക്ക് എത്ര ബുദ്ധിമുട്ടിയാലും അടുത്ത വർഷം സമയമാകുമ്പോൾ ഒരു ആവേശം അങ്ങോട്ട് വരാനുണ്ട്. തീർച്ചയായിട്ടും ഇവർ പറയുന്നത് പോലെ തന്നെ എത്ര തിരക്കുണ്ടായാലും അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും ആ തിരക്കൊക്കെ മറന്ന് അമ്മയെ കാണാൻ വീണ്ടും ഓടി എത്തുക എന്നുള്ളത് തന്നെയാണ്. ചേച്ചി എവിടുന്ന? മാഹി. അല്ല, 28 വർഷമായി. 28 വർഷമായി അമ്മയെ കാണാൻ. അതെ. പുഷ്പരഥോത്സവം ഒക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണോ? അതെ, അതല്ലേ. പറയാനൊന്നുമില്ല. ഇവിടെ വന്നിട്ട് എത്തുന്നത് ഒരു ഭാഗ്യമാണ്. 15 വർഷದಿಂದ വരുന്നുണ്ട്. എല്ലാ മഹാനവമിയുടെ ഉത്സവം കാണാറുണ്ട്. അതൊരു ഭാഗ്യം തന്നെ. എന്തായാലും ഈ ഒരു സമയത്തേക്ക് ആ രഥോത്സവത്തിൻ്റെ ഒരു സമയം, ആ ഒരു കാത്തിരിപ്പ് തന്നെയാണ് ഈ ജീവിതത്തിൽ കിട്ടുന്ന ഒരു വലിയ അനുഭവം തന്നെയല്ലേ? അതെ, നല്ല ഭാഗ്യം. അതാണ് വലിയ ഭാഗ്യം. നമ്മൾ ഇവിടെ വന്നിട്ട് അമ്മയെ കാണുന്നത് വലിയ ഭാഗ്യം. അതൊക്കെ മേലെ ഒന്നും വേണ്ട. നമ്മൾ സത്യത്തിലുണ്ടെങ്കിൽ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. എല്ലാവർക്കും ഇവിടെ എത്തുള്ളൂ, അതല്ലേ നമ്മളെ വിശ്വാസം. ഇപ്പം വിളിക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അമ്മയുടെ ഒരു വിളി, ആ ഒരു വിളിയിലേക്ക് തന്നെയാണ് ഇവിടേക്ക് എത്തേണ്ടത്. ആ ഒരു വിളിക്കായി കാത്തിരിക്കുന്നവർ ഒരുപാടുണ്ട്. ആ ഒരു ക്ഷേത്രത്തിലേക്കുള്ള ദർശനത്തിനുള്ള ഒരു വരിയാണ് ഈ കാണുന്നത്. എന്തായാലും പുലർച്ചെ 3 മണിക്കാണ് ആ നട തുറന്നത്. ആ നട തുറന്ന ആ സമയം മുതൽ തന്നെ വലിയ ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ക്ഷേത്ര സന്നിധിയിൽ ഒഴി. എവിടുന്നാ? കണ്ണൂർ. ആദ്യമായിട്ടാണോ അമ്മയെ കാണാൻ? അല്ലല്ല, കഴിഞ്ഞ 2 വർഷമായിട്ട്. ഇത്രയും തിരക്കിലൊക്കെ നിന്നിട്ട് അമ്മേനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എങ്ങനെയുണ്ട്? കണ്ടു കഴിഞ്ഞിട്ട് പറയണ്ടേ, നല്ലതാണ്, നല്ലതാണ്. അമ്മയെ കാണാൻ വന്നതാണോ? പുസ്തകമൊക്കെ പൂജയ്ക്ക് വെച്ചോ? പഠിക്കാതിരിക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടോ? നാളെ മുതൽ പഠിക്കണ്ടേ? അപ്പോ ഹാപ്പി ബർത്ത്ഡേ ആണോ? ഹാപ്പി ബർത്ത്ഡേ. ആ,
തീർച്ചയായും എന്തായാലും അങ്ങനെയാണ്, ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് ഇവിടെ എത്തുന്നത്. എന്തായാലും വലിയ ഒരു ഭക്തജന പ്രവാഹം തന്നെ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിലൊക്കെ തന്നെ തിരക്ക് നിയന്ത്രണത്തിനപ്പുറത്തേക്കാകും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും ഇനി 10 മണിയോടെ മാത്രമാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് ഈ ഭക്തരെ കയറ്റിവിടുക. എന്തായാലും അതിനു മുമ്പ് തന്നെ ഈ കാണാവുന്ന എല്ലാ ഇടങ്ങളിലേക്കും ഇങ്ങനെ ഭക്തരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. എത്ര സമയം വേണമെങ്കിലും എത്ര മണിക്കൂർ വേണമെങ്കിലും അമ്മയെ കാണാൻ തയ്യാറാണ് കാത്തിരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. കാരണം ഇനി ആ പുഷ്പരഥം അവിടുന്ന് പുറപ്പെടുന്ന സമയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് കൂടി അതിനൊപ്പമുണ്ട്. 1:30 ആകുക എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ഭക്ഷണം കഴിക്കാതെയൊക്കെയാണ് ഇവിടെ വഴിയിൽ രാവിലെ മുതൽ നിൽക്കുന്നുണ്ട്. അതൊന്നും അവരെ തളർത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം അമ്മയെ ഒരു നോക്ക് കാണുക, അമ്മ രഥത്തിൽ വരുന്ന കാഴ്ച കാണുക, ആ നാണയത്തൊട്ട് കിട്ടുവാണെങ്കിൽ അത് ലഭിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ രീതിയിലുള്ള ഭാഗ്യമായിട്ടാണ്, മുൻജന്മ സുഹൃത്തമായിട്ടൊക്കെയാണ് ഇവിടെ വരുന്ന ഭക്തർ അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അരുൺ. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും വലിയൊരു നീണ്ട നിര നിങ്ങൾക്ക് പിന്നിലൊക്കെയായി ഉണ്ട്. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ ഈ തിരക്ക് വർദ്ധിക്കും അല്ലേ? തീർച്ചയായും എന്തായാലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നു. കാരണം കഴിഞ്ഞ വർഷങ്ങളിലേക്കാളും ഇരട്ടി ഒരു ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നതെന്നാണ് ക്ഷേത്രം അധികൃതരൊക്കെ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 9 മണിയോടെ ക്ഷേത്രത്തിൽ കൃത്യമായി ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരും മണിക്കൂറുകളിലെത്തുന്ന ഭക്തർക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാനുള്ള ഒരു അനുമതി ഉണ്ടാകില്ല. ഇതിനുശേഷം ഈ രഥോത്സവം കഴിഞ്ഞതിന് ശേഷം ഈ ഭക്തരെ പുറത്തിറക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ ഭക്തർക്ക്, പുറത്ത് നിൽക്കുന്ന ഭക്തർക്ക് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്താനുള്ള ഒരു അവസരം. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ഭക്തരെ കൊണ്ട് നിബിഡമായിരിക്കുകയാണ്, ആ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക്, ഭക്തിയുടെ പാരമ്പര്യത്തിലേക്ക് ഈ ക്ഷേത്ര സന്നിധി ഒന്നാകെ എത്തിയിരിക്കുകയാണ്. എന്തായാലും അമ്മയുടെ തിരുമുന്നിലേക്ക് എത്തുക, അത് പ്രത്യേകിച്ച് ഈ നവരാത്രി ദിവസങ്ങളിൽ, ഈ മഹാനവമി ദിവസം ഈ ഒരു സന്നിധിയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ആ ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും ഭാഗ്യം നിറഞ്ഞ ഒരു അവസരമായി കാണുന്നത്. അമ്മയുടെ വിളി ഉണ്ടെങ്കിൽ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈ ഒരു മണ്ണിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് ഭക്തർ ഓരോരുത്തരും പറയുന്നത്. ആ ഒരു വിശ്വാസം തന്നെയാണ് ഇവർക്കെല്ലാം തന്നെ ഈ ഒരു മണ്ണിലേക്ക് എത്തുന്ന ഓരോ ഭക്തർക്കും പറയാനുള്ളത്. എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും ആ ഒരു ശ്രേഷ്ഠമായ ഒരു പരിപാവനമായ ആ ഒരു ചടങ്ങിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ ഭക്തസഹസ്രങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. രാഹി, ശരി, എന്തായാലും കൊല്ലൂർ മൂകാംബിക അമ്മ ഒന്ന് വിളിച്ചാൽ നമ്മൾ ഏത് പ്രതിസന്ധിയും അതിജീവിച്ച് ആ മണ്ണിലേക്ക് എത്തും എന്നുള്ളതാണ്. എന്തായാലും അരുൺ കൊടുങ്ങൂരും ശില്പ ശിവയുമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ നിന്ന് അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവച്ചത്.